കഴിഞ്ഞ ദിവസം ബെനീറ്റ ഒരു മെറ്റീരിയൽ വെച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് മോം ആൻഡ് ഡോട്ടർ കോംബോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് എനിക്കെന്തോ ആ കളർ നല്ല വൈബ്രൻ്റ് ആയിരുന്നു, അത് എംബ്രോയിഡറി പീസസിൻ്റെ. അപ്പം ഞാൻ കുറച്ചെണ്ണം ചെയ്തത്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ, അതായത് എനിക്ക് 3 പെൺപിള്ളേരാ, ഒരു മോനുണ്ട്. അപ്പം ജസ്റ്റ് ഒരു കോംബോ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ 4 പേർക്ക് ഒരുപോലെ ഇടാനായിട്ട്. അപ്പോൾ എല്ലാ ഏജുകാരും ഉണ്ട്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ആൾ, +2 പഠിക്കുന്ന ആൾ, 6th പഠിക്കുന്ന ആൾ, പിന്നെ ഞാനും. അങ്ങനെ 4 കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അതേ കോംബോയിൽ നമ്മൾ ചെയ്തെടുത്ത പാറ്റേൺസ് ആണ് ഈ കാണുന്നത്. ചന്തേരിയിലാണ് ഇത്. ആക്ച്വലി ഞാൻ ഈ 4 പീസസും വിതൗട്ട് ലൈനിങ് ആണ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഇച്ചിരി കട്ടിയുള്ള പോപ്ലിൻ പോലത്തെ മെറ്റീരിയൽ വെച്ച് ചെറിയൊരു ഫുൾ ലെങ്ത് പെറ്റിക്കോട്ട് ചെയ്യുക ചെയ്ത്. അങ്ങനത്തെ ചന്തേരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, മലായി ചന്തേരിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫിനിഷസ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഹൈലൈറ്റഡ് വേർഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ലേസസും, ഓർഗൻസയുടെ ലേസ്, അതുപോലെ ചെറിയ പ്ലീറ്റ്സ്, പിൻ ടക്സ് അങ്ങനത്തെയൊക്കെ വരുമ്പോഴാണ് ഇതിന് ശരിക്കും നല്ലൊരു ഡിസൈനർ ലുക്ക് വരുന്നത്. ഇത് മൂത്തയാളുടെ കോസ്റ്റ്യൂമാണ്. താഴത്തേക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് ഫ്ലെയറിൽ കൊടുത്തിട്ട് ചെറിയ ചെറിയ പാച്ചസ് പോലെ ആ ഡിസൈൻ അങ്ങ് ചെയ്തു എന്നുള്ളൂ. യോക്കിൽ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ലേസസ് വെച്ച് സ്ലീവ്സ് മാത്രം പ്രിൻറ്റഡ് ആയിട്ട് ചെയ്തു. ഇത് നമ്മുടെ 10ലെ ആളുടെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് മൂത്തയാൾക്കും മറ്റത് 2ാമത്തെ ആൾക്കോ നല്ലതെന്ന്. പക്ഷേ ഈ സാധനം ഇട്ട് കഴിഞ്ഞോടുകൂടി അങ്ങേരെ വിട്ടു കൊടുക്കൂല, എനിക്ക് തന്നെ ഇത് വേണമെന്നും പറഞ്ഞ്. ഇത് യോക്ക് ജസ്റ്റ് കണ്ടോ, നല്ലൊരു ക്രോസ് പീസ് കൊടുത്ത് ഇവിടെയാണ് എംബ്രോയ്ഡറി പീസ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് അംബ്രല്ലയിൽ തന്നെ റഫൽസാണ് കൊടുത്തിരിക്കുന്നത്. മലായി ചന്തേരിയിൽ നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺസ് ചെയ്യുമ്പോൾ ചെറിയൊരു തൂങ്ങൽ പോലെ വരാൻ ചാൻസസ് ഉണ്ട്, പക്ഷെ അത് ഇട്ട് കാണുമ്പം ഒരു ഭംഗിയാണ്. ബാക്ക് പീസ് യോക്ക് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്ലീവ്സും കൂടിയായിരുന്നു. അപ്പോൾ ആളിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഏറ്റവും ചെറിയ ആളുടെ. ഈ പാർട്ടിക്ക് ഇതൊരു വീക്ക്നെസ്സാണ്, കാരണം മേത്ത് കുത്തി കയറൂല, ഇടാൻ നല്ല കംഫർട്ടബിളാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല മെറ്റീരിയലിൽ. അതൊക്കെ ആയത് കാരണം ആൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. സ്ലീവ്ലെസ്സസ് ഇവർക്ക് സ്കൂളിൽ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ ഇതിന് സ്ലീവ്സ് കൊടുത്താണ് ചെയ്തത്. ചെറിയ ലേസ് കൊണ്ടുള്ള സ്ലീവ്, യോക്കിലൊരു പീസും, ജസ്റ്റ് സിമ്പിളായിട്ടൊരു എ ലൈൻ ലുക്കിലുള്ള ഒരു ജസ്റ്റ് ഒരു ഫ്രോക്കായിട്ടാണ് ചെയ്തത്. ഇനി അടുത്തത് എൻ്റെയാണ്. അത് സൽവാസായിട്ട് തന്നെയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ചെറിയൊരു ലാഡർ ലേസ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് ഫ്ലെയറിൽ സ്ലിറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നോർമൽ സ്ട്രെയിറ്റ് കട്ടിൽ വരുന്ന ഫ്ലെയർസ് കൊടുത്ത് സ്ലിറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് പേൾസ്, ഇടയിൽ ലാഡർ ലേസ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ നല്ല ലേസസ് ഇവിടെ അവൈലബിൾ ആട്ടോ. ലേസ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയാണ് ആക്ച്വലി ഓരോ ഇതിന് വരുമ്പോൾ. സ്ലീവ്സിലും കണ്ടില്ലേ ഇതുപോലെ ലാഡർ ലേസസും അങ്ങനത്തെ ലേസസ് എല്ലാം ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ഭംഗിയാണ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ. അപ്പം ഈ വീഡിയോയുടെ എൻഡിൽ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.